ഗുഡ് ആഫ്റ്റർനൂൺ. ഓഡിബിൾ അല്ലേ വോയിസ്? ഓക്കെ. സോ ഒന്ന് അറ്റൻഡൻസ് പറയാം എല്ലാവരും ഒന്ന്. അക്ഷയ്, അഞ്ജന, Present, sir. അനുശ്രീ, Present, sir. അഷ്ന, Present, sir. അശ്വിൻ, അശ്വിൻ, അശ്വിനില്ലേ? Present. ഓക്കെ. ഡൊമിനിക്, ഷീസ്, Present. ആദിൽ, ആദിൽ, ആദിലില്ലേ ഇവിടെ? Present. ഓക്കെ. റോഷ്നി, Present, sir. Present, sir. ഓക്കെ. ഷാരോൺ, ഷാരോൺ, ഷാരോൺ ആബ്സെന്റാ? ഓക്കെ. വിഷ്ണു, Present. വൈഷ്ണവ്, ഓക്കെ. ഇവർ ആബ്സെന്റ് ആയിരുന്നു ഇന്ന്. ഷാരോണും വൈഷ്ണവും ആബ്സെന്റ് ആയിരുന്നു. വൈഷ്ണവ്, ഓക്കെ. ഓക്കെ. ഷാരോൺ ആബ്സെന്റ് ആയിരുന്നു ഇന്ന്. എല്ലാം നേരത്തെ ഉണ്ടായിരുന്നു. ഓക്കെ. ഓക്കെ. ശരി. സോ നമുക്ക് എന്നാലും സ്റ്റാർട്ട് ചെയ്യാം. സോ വി ഹാവ് ബീൻ ഡിസ്കസിങ് അബൌട്ട് അവർ സെക്കൻഡ് മൊഡ്യൂൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സെക്കൻഡ് മൊഡ്യൂൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? നമ്മുടെ സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് എത്തിക്സ് ആൻഡ് പ്രൊഫഷണലിസം ആണ് അല്ലെ? അപ്പൊ അതിന്റെ ജസ്റ്റ് ബിഗിനിങ് ഒരു ഇൻട്രൊഡക്ടറി സെക്ഷൻ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് നമ്മൾ മെയിൻ ആയിട്ടും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം എന്ന് പറയുന്നത് വാട്ട് ഈസ് എഞ്ചിനീയറിംഗ് എത്തിക്സ് ആൻഡ് വൈ വി സ്റ്റഡി എഞ്ചിനീയറിംഗ് എത്തിക്സ് അല്ലെ? എന്താണ് എഞ്ചിനീയറിംഗ് എത്തിക്സ് എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു. അതുപോലെ അതിന്റെ ഇമ്പോർട്ടൻസ്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളത് പഠിക്കുന്നത്, അല്ലാതെ പഠിച്ചാലും നമുക്കുള്ള ബെനിഫിറ്റ് എന്താണെന്ന് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ആൻഡ് അതുപോലെ തന്നെ എന്തായിരുന്നു ടു അപ്രോച്ചസ് ഉണ്ട് അല്ലെ? അതായത് എഞ്ചിനീയറിംഗ് എത്തിക്സിന് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. വൺ ഈസ് മൈക്രോ എത്തിക്സ് ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് മാക്രോ എത്തിക്സ് അല്ലെ? അപ്പൊ ആ രണ്ട് ക്ലാസിഫിക്കേഷൻ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ എന്തുകൂടെ നോക്കിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ? സെൻസസ് ഓഫ് എഞ്ചിനീയറിംഗ് എത്തിക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്കും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സെൻസസ് ഓഫ് എഞ്ചിനീയറിംഗ് എത്തിക്സ് എന്ന് വെച്ചാൽ മീനിങ്സ് എന്നുള്ള മീനിങ് ആണ്. എഞ്ചിനീയറിംഗ് എത്തിക്സിനെ നമുക്ക് രണ്ട് മീനിങ്ങിൽ പറയാൻ പറ്റും, അല്ലെങ്കിൽ രണ്ട് രീതിയിൽ നമുക്ക് അതിനെ കാണാൻ പറ്റും. നോർമേറ്റീവ് സെൻസും ഉണ്ട്, ഡിസ്ക്രിപ്റ്റീവ് സെൻസും ഉണ്ട്. ഓക്കെ. സോ അത് രണ്ടും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഓർമ്മയില്ലേ കാര്യങ്ങളൊക്കെ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ മക്കളെ? നെക്സ്റ്റ് എടുത്തൂടെ നമുക്ക്? ഓക്കെ, ശരി. സോ അതിന്റെ റെസ്റ്റ് ആയിട്ടുള്ള സെക്ഷൻസ് ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന നമ്മുടെ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ആസ് യു ക്യാൻ സീ ഹിയർ വെറൈറ്റി ഓഫ് മോറൽ ഇഷ്യൂസ് ആണ്. കാണാൻ പറ്റുന്നില്ലേ? സ്ക്രീനും കാണാൻ പറ്റുന്നത്, അതുപോലെ വോയിസ് ഒക്കെ കുഴപ്പമില്ലല്ലോ? ഓക്കെ അല്ലേ എല്ലാവർക്കും? ഓക്കെ. അപ്പൊ എല്ലാവരും ജസ്റ്റ് നോക്കുക കേട്ടോ. വെറൈറ്റി ഓഫ് മോറൽ ഇഷ്യൂസ്. Moral issues or problems occurs in an organization when the employer and employees behave unethically. Okay. സോ നമുക്കറിയാം, ഇപ്പം നമ്മളിപ്പോൾ എഞ്ചിനീയറിംഗ് ഫീൽഡാണ് അല്ലെ? എഞ്ചിനീയറിംഗ് എത്തിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് അല്ലെ? അതായത് നിങ്ങളൊരു എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത്, വർക്ക് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ എന്തുണ്ടാവും? നിങ്ങളൊരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യാൻ തുടങ്ങും അല്ലെ? സോ ആ ഒരു ഓർഗനൈസേഷനിൽ എന്തുണ്ടാവാം? നിങ്ങൾക്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം തന്നെ ഒരുപാട് ഇഷ്യൂസ് അവിടെ ഉണ്ടായിരിക്കാം അല്ലെ? മോറൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ പ്രോബ്ലംസ് തന്നെയാണ് കേട്ടോ. പ്രോബ്ലംസ് എന്നുള്ള മീനിങ് ആണ് മോറൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ. സോ ഒരു ഓർഗനൈസേഷനിൽ എപ്പോഴാണ് മോറൽ ഇഷ്യൂസ് അല്ലെങ്കിൽ പ്രോബ്ലംസ് ഉണ്ടാവുക എന്ന് വെച്ചാൽ when the employer and employees behave unethically.
അവിടുത്തെ എംപ്ലോയർ ഉണ്ടാവും അല്ലെ, അതായത് നമ്മുടെ ഹയർ പൊസിഷനിൽ ഇരിക്കുന്ന ആളുണ്ടാവും, അതുപോലെ തന്നെ വർക്ക് ചെയ്യുന്ന ബാക്കിയുള്ളവർ, അതാണ് എംപ്ലോയീസ് എന്ന് പറയുന്നത് അല്ലെ. സോ ഒരു ഓർഗനൈസേഷനിലുള്ള ഈ എംപ്ലോയറും എംപ്ലോയീസും അൺഎത്തിക്കലി ബിഹേവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് അവിടെ എന്ത് എറൈസ് ചെയ്യുന്നത്, ഒരു കമ്പനിയിൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ മോറൽ ഇഷ്യൂസ് ഉണ്ടാവുന്നത് നമുക്ക് പറയാൻ പറ്റും അല്ലെ. പരസ്പരം എംപ്ലോയറും എംപ്ലോയീസും ഒക്കെ ഒരു അൺഎത്തിക്കൽ ബിഹേവിയർ കാണിക്കുമ്പോൾ, അല്ലെ ഒരു നമുക്ക് പെരുമാറേണ്ട അല്ലാത്തൊരു രീതിയിൽ, ഒരു അനാവശ്യമായ രീതിയിലുള്ള പെരുമാറ്റങ്ങൾ വരുന്ന സമയത്താണ് അവിടെ എന്തുണ്ടാവുക, ഏതൊരു ഓർഗനൈസേഷൻ എടുത്ത് നോക്കിയാലും അവിടെ പ്രോബ്ലംസ് എറൈസ് ചെയ്യുക അല്ലെ, അല്ലെങ്കിൽ മോറൽ ഇഷ്യൂസ് എറൈസ് ചെയ്യുക. ഓക്കെ, സോ മോറൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് പ്രോബ്ലംസ് ആണ്. സോ വെൻ ദിസ് അൺഎത്തിക്കൽ ബിഹേവിയർ ഒക്കേഴ്സ് ദർ ഒക്കേഴ്സ് പ്രോബ്ലംസ് ഓർ മോറൽ ഇഷ്യൂസ് അല്ലെ. സോ എന്തൊക്കെയാണ് മോറൽ ഇഷ്യൂസ്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഈ മോറൽ ഇഷ്യൂസ് ഒക്കർ ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് നമുക്കിനി ഇവിടെ പഠിക്കാനുള്ളത്. ഓക്കെ, അതായത് ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ ഏതൊക്കെ റീസൺസ് കൊണ്ട് മോറൽ ഇഷ്യൂസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഏതൊക്കെ റീസൺസ് കൊണ്ട് എന്ത് സംഭവിക്കാം, ഈ അൺഎത്തിക്കൽ ബിഹേവിയർ ഉണ്ടാവാം. ഈ എംപ്ലോയറും എംപ്ലോയീസും ഒക്കെ എന്തുകൊണ്ടാണ് അൺഎത്തിക്കലി ബിഹേവ് ചെയ്യുന്നത് എന്നതിനുള്ള കാരണങ്ങൾ അല്ലെ റീസൺസ് ആണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. ഓക്കെ, ദ റീസൺസ് ഫോർ ദിസ് അൺഎത്തിക്കൽ ബിഹേവിയർ, എംപ്ലോയറിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ എംപ്ലോയീസിന്റെ ഭാഗത്തു നിന്നുള്ള ഈ അൺഎത്തിക്കൽ ബിഹേവിയർ എന്തുകൊണ്ടാണ്, വാട്ട് ആർ ദ റീസൺ ഫോർ ദിസ് അൺഎത്തിക്കൽ ബിഹേവിയർ, അതാണ് നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് കേട്ടോ. സോ അതാണ് വെറൈറ്റി ഓഫ് മോറൽ ഇഷ്യൂസ് എന്ന് പറയുന്നത്. സോ ദ റീസൺ ഫോർ ദിസ് അൺഎത്തിക്കൽ ബിഹേവിയർ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3 categories. ഈ എംപ്ലോയീസിന്റെ അല്ലെങ്കിൽ എംപ്ലോയറുടെ ഭാഗത്തു നിന്നുള്ള ഈ അൺഎത്തിക്കൽ ബിഹേവിയർ ഉണ്ടാവാനുള്ള ആ കാരണത്തിനെ നമുക്ക് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആയോ? മോറൽ ഇഷ്യൂസ് എന്താന്ന് ഓക്കെ ആയില്ലേ? ഓക്കെ ആവുന്നില്ലേ? ക്ലിയർ ആവുന്നില്ലേ കൺസെപ്റ്റ്? ഓക്കെ, സോ എന്തുകൊണ്ടാണ് ഈ അൺഎത്തിക്കൽ ബിഹേവിയർ ഉണ്ടാവുന്നത് എന്നുള്ള കാരണത്തിന് നമുക്ക് മെയിൻ ആയിട്ട് 3 രീതിയിൽ നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിന്റെ ഫസ്റ്റ് റീസൺ ആയിട്ട് വരുന്നതാണ് റിസോഴ്സ് ക്രഞ്ച് എന്ന് പറയും. ഓക്കെ, ദ ഫസ്റ്റ് റീസൺ ഈസ് റിസോഴ്സ് ക്രഞ്ച്. സോ ജസ്റ്റ് ഒന്ന് ഞാൻ വായിക്കാത്. ഇറ്റ് അറൈസസ് ഡ്യൂ ടു പ്രഷർ ത്രൂ ടൈം ലിമിറ്റ്സ്, അവൈലബിലിറ്റി ഓഫ് മണി ഓർ ബഡ്ജറ്ററി കൺസ്ട്രെയിൻസ് ആൻഡ് ടെക്നോളജി ഡീകേ. അതായത് നമുക്കറിയാം, നമ്മളിപ്പം ഏതൊരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന സമയത്തും നമുക്ക് ഇവിടെ പല ഡിഫറെന്റ് ടൈപ്സിലുള്ള വർക്കുകൾ നമുക്ക് ഇവിടെ ഏറ്റെടുക്കേണ്ടി വരും അല്ലെ, അല്ലെ കമ്മിറ്റ് ചെയ്യേണ്ടി വരും. പല ടൈപ്പ് ഓഫ് പ്രൊജക്ട്, ഇപ്പം എഞ്ചിനീയർ ആയിട്ടാണ് നിങ്ങളുടെ ഫ്യൂച്ചറിൽ വർക്ക് ചെയ്യുക അല്ലെ. സോ വെൻ യു വർക്ക് ആസ് എൻ എഞ്ചിനീയർ, ഒരുപാട് ഡിഫറെന്റ് ടൈപ്പിലുള്ള പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആ വർക്ക് സ്പേസിൽ കമ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യുന്നതായിട്ട് വരും അല്ലെ. സോ ഇപ്പോൾ ഓരോ വർക്ക് നിങ്ങളുടെ മെയിലിലേക്ക് ഏൽപ്പിച്ച് തന്നാലും അതിന് ഈ ഓരോ വർക്കിനും എന്ത് ഉണ്ടായിരിക്കും, ഒരു റിസോഴ്സ് ഉണ്ടായിരിക്കും അല്ലെ. ഇപ്പൊ എന്തൊരു കാര്യത്തിന് ഒരു റിസോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമല്ല നമുക്കത് സക്സസ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. ഇപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രൊജക്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതിന് കറക്റ്റ് ആയിട്ട് ഒരു റിസോഴ്സ് ഉണ്ടാവും അല്ലെ. റിസോഴ്സ് എന്ന് വെച്ചാൽ എന്താണ്, അതിന് കറക്റ്റ് ആയിട്ട് ഒരു ഫണ്ടിങ് ആവശ്യമുണ്ട്, അതുപോലെ തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് കുറെ ടെക്നോളജിക്കൽ ഫെസിലിറ്റീസ് ആവശ്യമുണ്ട്. അതൊക്കെയാണ് നമ്മൾ റിസോഴ്സ് എന്ന് പറയാം അല്ലെ. അപ്പൊ ഏതൊരു വർക്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ ഏതൊരു പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യണമെങ്കിലും ദർ മസ്റ്റ് ബി എ റിസോഴ്സ്, ഒരു റിസോഴ്സ് നമുക്ക് അത്യാവശ്യമാണ് അല്ലെ. അപ്പോ ഈ റിസോഴ്സിന്റെ കാര്യത്തിൽ ഒരു ഷോർട്ടേജ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമുക്ക് ആ പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് ഇനഫ് ഫണ്ടിങ് ആവശ്യമുണ്ട് അല്ലെ. അപ്പൊ ഈ ഫണ്ടിങ് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല എങ്കിൽ അവിടെ ഒരു റിസോഴ്സിന്റെ ഷോർട്ടേജ് വന്നു അല്ലെ. അല്ലെങ്കിൽ ഇപ്പോ ടെക്നോളജിക്കലി നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെങ്കിൽ, ഒരു അൺഅവൈലബിലിറ്റി വരുന്നുണ്ടെങ്കിൽ അതും നമുക്ക് എന്തായിട്ട് പറയാം, റിസോഴ്സിന്റെ ഷോർട്ടേജ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും അല്ലെ. സോ ഇതുപോലെ റിസോഴ്സസിന്റെ ഷോർട്ടേജ് വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്യുന്നത് നമ്മളാണല്ലോ അല്ലെ, നമ്മുടെ എംപ്ലോയീസ് ആണ് നമ്മൾ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അല്ലെ. സോ നമുക്ക് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് റിസോഴ്സ് ആവശ്യമുണ്ട് അല്ലെ. ഈ റിസോഴ്സിന്റെ കാര്യത്തിൽ അവിടെ ഒരു ഷോർട്ടേജ് വരുമ്പോൾ നമുക്ക് ഈ വർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെ. അപ്പൊ ആ സമയത്ത് എന്താണ്ടാവും, നമ്മുടെ ഉള്ളിലൊരു ഫ്രസ്ട്രേഷൻ വരില്ലേ അല്ലെ. നമുക്ക് അതായത് നമുക്കിപ്പം കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റാതിരിക്കുമ്പോൾ നമുക്ക് ഉള്ളിലൊരു ഫീലിങ്സ് വരൂലേ. നമ്മളെല്ലാവരും ഹ്യൂമൻ ബീങ്സ് ആണ് അല്ലെ. അപ്പോൾ അത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ഉള്ളിൽ വരുന്ന ഒരു കാര്യമാണ്. നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു കാര്യം ചെയ്തു തീർക്കേണ്ട ആവശ്യമായിട്ടുള്ള ഫണ്ട് കിട്ടുന്നില്ല, അല്ല അതിന്റെ ടെക്നോളജി നമുക്ക് ആവശ്യമായ രീതിയിൽ നമ്മുടെ മാനേജ്മെന്റ് തരുന്നില്ല എങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവും അല്ലെ. അതായത് എങ്ങനെയെങ്കിലും നമുക്കൊന്ന് തീർന്ന് കിട്ടിയാൽ മതി എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ ഓട്ടോമാറ്റിക് ആയിട്ട് വരില്ലേ അല്ലെ. വി ഓൾ ആർ ഹ്യൂമൻ ബീങ്സ് ആണ്. സോ ആ ഒരു ഫീലിങ്സ് നമ്മുടെ ഉള്ളിൽ ഇൻസ്റ്റിങ്ക്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കും അല്ലെ. സോ അങ്ങനെ ഈ റിസോഴ്സസിന്റെ ഷോർട്ടേജ് വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഫ്രസ്ട്രേറ്റഡ് ആവും അല്ലെ. സോ ആസ് എ റിസൾട്ട് എന്ത് ചെയ്യും, എംപ്ലോയീസ് എന്ത് ചെയ്യാൻ തുടങ്ങും, അൺഎത്തിക്കൽ ബിഹേവിയർ എക്സിബിറ്റ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ ആദ്യത്തെ റീസൺ പറയുന്നത്, റിസോഴ്സ് ക്രഞ്ച് എന്നുള്ള കാര്യം. ക്ലിയർ ആയോ?
നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് വെറൈറ്റി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോറൽ ഇഷ്യൂസ് ആണ്. മോറൽ ഇഷ്യൂസ് അല്ലെങ്കിൽ പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഓർഗനൈസേഷനിൽ എംപ്ലോയീസും അല്ലെങ്കിൽ എംപ്ലോയർ അൺഎത്തിക്കലി ബിഹേവ് ചെയ്യുന്ന സമയത്താണ് അവിടെ പ്രോബ്ലംസ് ഉണ്ടാവുക അല്ലെങ്കിൽ മോറൽ ഇഷ്യൂസ് ഡെവലപ്പ് ചെയ്യുക അല്ലെ. സോ ഇങ്ങനെ പ്രോബ്ലംസ് ഉണ്ടാവാൻ അല്ലെങ്കിൽ ഈ എംപ്ലോയീസ് അൺഎത്തിക്കലി ബിഹേവ് ചെയ്യാൻ മെയിൻ ആയിട്ടും 3 റീസൺസ് ആണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, ഈ അൺഎത്തിക്കൽ ബിഹേവിയറിന് ദർ ആർ മെയിൻലി 3 റീസൺസ് ഉണ്ട്. അപ്പൊ അതാണ് നമ്മളിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ ഫസ്റ്റ് വണ്ണാണ് ഞാനിപ്പോ പറഞ്ഞത്, റിസോഴ്സ് ക്രഞ്ച് എന്ന് പറയും. റിസോഴ്സ് ക്രഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്മിറ്റ് ചെയ്ത വർക്കിന് അല്ലെങ്കിൽ നമ്മൾ കമ്മിറ്റ് ചെയ്തിട്ടുള്ള പ്രൊജക്റ്റിന് ആവശ്യമായിട്ടുള്ള റിസോഴ്സ് നമുക്ക് കിട്ടാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ റിസോഴ്സിന്റെ കാര്യത്തിൽ ഒരു ഷോർട്ടേജ് വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഒരു ഫ്രസ്ട്രേറ്റഡ് ആവും അല്ലെ. വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ഓട്ടോമാറ്റിക്കലി ഫ്രസ്ട്രേറ്റഡ് ആവും. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ വർക്ക് അതിന്റെ കംപ്ലീറ്റ് പെർഫെക്ഷനോടുകൂടെ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെ. സോ അങ്ങനെ എന്ത് ചെയ്യും, ഈ എംപ്ലോയീസ് അൺഎത്തിക്കൽ ബിഹേവിയർ എക്സിബിറ്റ് ചെയ്യാൻ തുടങ്ങും. സോ അതാണ് നമ്മുടെ ആദ്യത്തെ കേസായിട്ടുള്ള റിസോഴ്സ് ക്രഞ്ച് എന്ന് പറയുന്ന കാര്യം. ക്ലിയർ ആയോ? ക്ലിയർ ആയിനാ ഫസ്റ്റ് വൺ? നിങ്ങൾ ക്ലിയർ ഓക്കെ ആവുന്നില്ലെങ്കിൽ പറയണേ, ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ചെയ്തു തരാം ഞാനത്. ഓക്കെ അല്ലേ? ഓക്കെ. സോ അതാണ് റിസോഴ്സ് ക്രഞ്ച് കേട്ടോ. അതായത് നമുക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സിന്റെ കാര്യത്തിൽ ഷോർട്ടേജ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഓട്ടോമാറ്റിക്കലി ഒരു ഫ്രസ്ട്രേഷൻ വരും അല്ലെ. സോ അതിന്റെ റിസൾട്ട് എന്തായിട്ട് നമ്മൾ ഒരു അൺഎത്തിക്കൽ ബിഹേവിയർ കാണിക്കാൻ തുടങ്ങും. ഓക്കെ, അപ്പൊ അതാണ് അൺഎത്തിക്കലി പെരുമാറാനുള്ള ആദ്യത്തെ റീസൺ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് പ്രഷർ ഫ്രം ദ ഗവൺമെന്റ് ടു കംപ്ലീറ്റ് ദ പ്രൊജക്ട് ഇൻ ടൈം, റിഡക്ഷൻ ഇൻ ദ ബഡ്ജറ്റ് ബിക്കോസ് ഓഫ് സഡൻ വാർ ഓർ നാച്ചുറൽ കലാമിറ്റി and decay due to technology innovation by the competitors lead to manipulation and unethical execution of project അല്ലെ. അതായത് നമുക്ക് ആ പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫണ്ട് ഇപ്പം നമുക്ക് ഗവൺമെന്റ് തരുന്നില്ല എന്ന് വരിക അല്ലെ. അപ്പൊ അവിടെ ഫണ്ടിന്റെ കാര്യത്തിൽ ഒരു ഷോർട്ടേജ് വന്നു. ഇപ്പൊ നേരെ മറിച്ച് എന്താവാം, എന്തെങ്കിലും ഒരു നാച്ചുറൽ കലാമിറ്റി സംഭവിക്കുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സുനാമിയോ അല്ലെങ്കിൽ എർത്ത് ക്വേക്കോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുന്ന സമയത്ത് എന്താവും, നമുക്ക് ഓട്ടോമാറ്റിക്കലി ബഡ്ജറ്റിന്റെ കാര്യത്തിൽ ഒരു ഷോർട്ടേജ് വരും അല്ലെ. സോ അവിടെ ബഡ്ജറ്റിന്റെ ഷോർട്ടേജ് വരാം. അല്ലെങ്കിൽ എന്താവാം, ടെക്നോളജിക്കലി നമുക്ക് ഒരു ഡീകേ ഉണ്ടാവാം അല്ലെ, ടെക്നോളജിക്കൽ ഫെസിലിറ്റിന്റെ കാര്യത്തിൽ ഒരു നമുക്ക് ബുദ്ധിമുട്ട് വരാം അല്ലെ. അപ്പൊ ഇങ്ങനെ പല രീതിയിലും നമുക്ക് എന്തുണ്ടാവാം, റിസോഴ്സിന്റെ കാര്യത്തിൽ ഷോർട്ടേജ് ഉണ്ടാവാം അല്ലെ. സോ ഇങ്ങനെ പല രീതിയിലും റിസോഴ്സിന്റെ ഷോർട്ടേജ് വരുന്ന സമയത്ത് ഓരോ എംപ്ലോയി എന്ത് ചെയ്യാൻ തുടങ്ങും, അൺഎത്തിക്കൽ ബിഹേവിയർ കാണിക്കാൻ തുടങ്ങും. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ മോറൽ ഇഷ്യൂ ഉണ്ടാവാനുള്ള ആദ്യത്തെ റീസൺ എന്ന് പറയുന്നത്, റിസോഴ്സ് ക്രഞ്ച്. ഓക്കെ, സോ നെക്സ്റ്റ് വി ആർ മൂവിങ് ഓൺ ടു ദ സെക്കൻഡ് വൺ. As you can see here, the second reason എന്ന് പറയുന്നത് ഓപ്പർച്യൂണിറ്റി ആണ്. പ്രോബ്ലംസ് ഉണ്ടാവാനുള്ള രണ്ടാമത്തെ കാരണം അല്ലെങ്കിൽ അൺഎത്തിക്കലി ബിഹേവിയർ ചെയ്യാനുള്ള രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഓപ്പർച്യൂണിറ്റി ആണ്. ജസ്റ്റ് ഞാൻ ഒന്ന് റീഡ് ഔട്ട് ചെയ്യാം. ഡബിൾ ബിഹേവിയർ ഓഫ് ദ എംപ്ലോയേഴ്സ് ടുവേർഡ്സ് എംപ്ലോയീസ് ആൻഡ് പബ്ലിക്, മാനേജ്മെന്റ് പ്രൊജക്ടിംഗ് their own interest more than that of employees, emphasis on results and gains at the expense of employees, management by objectives without focus on empowerment and improvement of the infrastructure. അതായത് നമുക്കറിയാം, ഇതിപ്പോ നമ്മളെ ഓട്ടോമാറ്റിക്കലി അല്ലെ, നമ്മളിപ്പം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മളെല്ലാ ഓർഗനൈസേഷനിലും കണ്ടുവരുന്ന ഒരു കാര്യമാണ് കേട്ടോ ഈ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഓപ്പർച്യൂണിറ്റി. അപ്പൊ അതെന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പൊ നമുക്കറിയാം, ഇപ്പം നമ്മളെല്ലാവരും ഒരു മാനേജ്മെന്റിന്റെ കീഴിലായിരിക്കും വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഹയർ അതോറിറ്റി ഉണ്ടാവും അല്ലെ, അവരുടെ കീഴിലായിരിക്കും നമ്മളെല്ലാവരും വർക്ക് ചെയ്യുക സ്റ്റാർട്ടിങ് സമയത്ത് അല്ലെ. സോ അങ്ങനെ ഒരു ഹയർ പൊസിഷൻ അല്ലെ, ഒരു ഹയർ അതോറിറ്റി അല്ലെ, ഒരു മാനേജ്മെന്റിന്റെ കീഴിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ മാനേജ്മെന്റ് ഡബിൾ ബിഹേവിയർ കാണിക്കാന്ന് സപ്പോസ് ചെയ്യുക. ഡബിൾ ബിഹേവിയർ എന്ന് വെച്ചാൽ ഇപ്പൊ എന്താണ്, അവരുടേതായിട്ടുള്ള പേഴ്സണൽ ഇൻട്രസ്റ്റിന് മാത്രമേ അവർ പ്രയോറിറ്റി കൊടുക്കുന്നുള്ളൂ എന്ന് സപ്പോസ് ചെയ്യാം. ഓക്കെ, അതായത് നമ്മൾ അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ആണ്, പക്ഷെ നമുക്ക് ഒരു രീതിയിലുള്ള ഒരു കൺസിഡറേഷൻ തരാതെ അല്ലെ നമ്മുടെ താല്പര്യങ്ങൾക്ക് ഒരു രീതിയിലുള്ള ഒരു വില കൽപ്പിക്കാതെ മാനേജ്മെന്റ് അവരുടേതായിട്ടുള്ള താല്പര്യങ്ങൾക്ക് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ മൈൻഡിൽ എന്തുണ്ടാവും, ഓട്ടോമാറ്റിക്കലി ഒരു മടുപ്പ് വരൂലേ നമുക്കെല്ലായിരിക്കും അല്ലെ. മനുഷ്യന്മാരാണല്ലേ. സോ നമ്മുടെ ഉള്ളിൽ ഓട്ടോമാറ്റിക്കും ആ ഒരു വിചാരം നമുക്ക് വരും അല്ലെ. നമുക്ക് ഒരു രീതിയിലൊരു പരിഗണന അവർ തരുന്നില്ല, അവർ ജസ്റ്റ് അവരുടെ കാര്യം മാത്രം ഫോക്കസ് ചെയ്യുന്നു, എങ്ങനെ അവർക്ക് ലാഭം ഉണ്ടാക്കാന്നുള്ള ഒരു ചിന്ത മാത്രം അവർ മീൻ ചെയ്താൽ, അതായത് എംപ്ലോയീസിന് ഒരു തരത്തിലും കൺസിഡർ ചെയ്താല് ജസ്റ്റ് ഗെയിൻ അല്ലെങ്കിൽ ലാഭത്തിൽ മാത്രം, ബെനിഫിറ്റിൽ മാത്രം ആണ് മാനേജ്മെന്റ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ
അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് ഓട്ടോമാറ്റിക്കലി എന്തുണ്ടാവും, ഒരു മടുപ്പ് ഓട്ടോമാറ്റിക്കലി ഉള്ളിൽ വരും അല്ലേ. ആ സമയത്തും എന്തുണ്ടാവും, നമ്മുടെ എംപ്ലോയീസ് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് മാറും. വർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മര്യാദക്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെ. സോ ആ സമയത്തും അവിടെ എന്തുണ്ടാവും നമുക്ക് പറയാൻ പറ്റും, ഒരു അൺഎത്തിക്കൽ ബിഹേവിയർ ഫ്രം ദ സൈഡ് ഓഫ് എംപ്ലോയീസ് നമുക്ക് കാണാൻ പറ്റും അല്ലെ. മാനേജിന്റെ ഭാഗത്ത് നിന്നുള്ള ഈ ഒരു തരം മോശ പെരുമാറ്റം എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ. മാനേജ്മെന്റ് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രം പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ, അല്ല അവരുടേതായിട്ടുള്ള ഇൻട്രസ്റ്റിന് മാത്രം, അല്ല അവരുടേതായിട്ടുള്ള ലാഭത്തിന് മാത്രം വേണ്ടി പ്രവർത്തിക്കുമ്പോൾ, നമ്മുടെ എംപ്ലോയീസിന് ഒരു തരത്തിലും മൈൻഡ് ചെയ്യാതെ അവരുടേതായിട്ടുള്ള ലാഭത്തിന് മാത്രം വേണ്ടിയിട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് വർക്ക് ചെയ്യുന്ന എല്ലാ എംപ്ലോയീസും എന്തുണ്ടാവും, ഫ്രസ്ട്രേറ്റഡ് ആവും. സോ ഓട്ടോമാറ്റിക്കലി അവർ എന്ത് ചെയ്യാൻ തുടങ്ങും, അൺഎത്തിക്കൽ ബിഹേവിയർ കാണിക്കാൻ തുടങ്ങും അല്ലെ. സോ അതാണ് നമ്മുടെ രണ്ടാമത്തെ റീസൺ പറയുന്നത്, ഓപ്പർച്യൂണിറ്റിയിൽ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അൺഎത്തിക്കൽ ബിഹേവിയർ ഉണ്ടാവാനുള്ള രണ്ടാമത്തെ റീസൺ ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്, ഓപ്പർച്യൂണിറ്റി. ഓപ്പർച്യൂണിറ്റി ടോട്ടലി എന്താ മീൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ഹയർ അതോറിറ്റി അല്ലെങ്കിൽ നമ്മുടെ മാനേജ്മെന്റ് അൺഎത്തിക്കലി ബിഹേവിയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അവർ ഡബിൾ ബിഹേവിയർ കാണിക്കുമ്പോൾ. ഡബിൾ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എന്താണ്, അവരെന്ത് ചെയ്യുന്നു, അവരുടെ പേഴ്സണൽ ഇൻട്രസ്റ്റിന് മാത്രം അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ലാഭത്തിന് മാത്രം അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. എന്ത് ചെയ്യുന്നില്ല, എംപ്ലോയീസിനെ ഒരു രീതിയിലും കൺസിഡർ ചെയ്യുന്നേ ഇല്ല അല്ലെ. സോ ആ സമയത്ത് എന്ത് ചെയ്യും, ഈ എംപ്ലോയീസ് ഓട്ടോമാറ്റിക്കലി ഫ്രസ്ട്രേറ്റഡ് ആവും. ആസ് എ റിസൾട്ട് അവർ എന്ത് എക്സിബിറ്റ് ചെയ്യാൻ തുടങ്ങും, അൺഎത്തിക്കൽ ആയിട്ടുള്ള ബിഹേവിയർ മസ്റ്റ് ആയിട്ട് അവർ കാണിക്കും അല്ലെ. സോ അതാണ് നമ്മുടെ രണ്ടാമത്തെ റീസൺ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇതൊക്കെ ഇപ്പം നിങ്ങളിപ്പം ഫ്യൂച്ചറിൽ ഏത് കമ്പനിയിൽ വർക്ക് ചെയ്യാൻ പോയാലും നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. അല്ല ഏതൊരു ഓർഗനൈസേഷനിലും ഉണ്ടാവുന്ന മോറൽ ഇഷ്യൂസ് അല്ലെ പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ അല്ലേ? ഓക്കെ. സോ അതാണ് രണ്ടാമത്തെ റീസൺ, ഓപ്പർച്യൂണിറ്റി എന്ന് പറയും. ഓക്കെ. പിന്നെ മൂന്നാമതായിട്ട് വരുന്നതാണ് ആറ്റിറ്റ്യൂഡ്. സോ ആറ്റിറ്റ്യൂഡ് നോക്കുക. Poor attitude of employees set in due to low morale of the employees due to dissatisfaction and downsizing, poor working environments, absence of recognition and reward system, lack of transparency. അപ്പോൾ അതെന്താ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, എംപ്ലോയീസിന്റെ ഭാഗത്തു നിന്ന് മോശമായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് വരുന്നതിനെയാണ് ആ മൂന്നാമത്തെ റീസൺ പറയുന്ന കാര്യം അല്ലെ. എന്തുകൊണ്ടാണ് ഇപ്പം എംപ്ലോയീസിന്റെ ഭാഗത്തു നിന്ന് മെയിൻ ആയിട്ടും ഈ മോശം രീതിയിലുള്ള പെരുമാറ്റം വരുന്നത്, അല്ല ആ ഒരു മോശം ആറ്റിറ്റ്യൂഡ് എന്തുകൊണ്ട് വരുന്നു എന്നുള്ള കാര്യം. അപ്പൊ അത് വരാൻ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ എംപ്ലോയീസ് ഇപ്പൊ നമ്മളിപ്പം ഓൾറെഡി രണ്ടാമത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്, നമ്മുടെ മാനേജ്മെന്റ് അവരുടേതായിട്ടുള്ള താല്പര്യങ്ങൾക്ക് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് എംപ്ലോയീസിന് ഒരു രീതിയിലും കൺസിഡർ ചെയ്യാണ്ടിരിക്കുന്നു സപ്പോസ് ചെയ്യാം അല്ലെ. അപ്പൊ ആ സമയത്ത് എന്തുണ്ടാവും, ഈ എംപ്ലോയീസിന്റെ ഉള്ളിൽ എന്തുണ്ടാവും, ഒരു ഡിസ്സാറ്റിസ്ഫാക്ഷൻ വരും അല്ലെ, അല്ലെങ്കിൽ അവരെ ഒരു താഴ്ത്തിക്കെട്ടുന്ന രീതിയിലുള്ള ഒരു ഫീലിങ്സ് വരില്ല എംപ്ലോയീസിന്റെ ഉള്ളിൽ അല്ലെ. അപ്പൊ ആ സമയത്ത് എന്തുണ്ടാവും, എംപ്ലോയീസിന്റെ ഭാഗത്തു നിന്നും ഒരു മോശം രീതിയിലൊരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കും ഉണ്ടായിരിക്കുക അല്ലെ. അതുപോലെ എന്താണ്, ആബ്സെൻസ് ഓഫ് റെക്കഗ്നീഷൻ ആൻഡ് റിവാർഡ് സിസ്റ്റം. നമ്മുടെ ഈ മാനേജ്മെന്റ് നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് ഒരു രീതിയിലുള്ള റെക്കഗ്നേഷൻ തരുന്നില്ലെങ്കിൽ, അല്ലെ അതിനൊന്ന് ജസ്റ്റ് അപ്രിഷിയേറ്റ് പോലും ചെയ്യുന്നില്ല എങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്തുണ്ടാവും, എംപ്ലോയീസിന് ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ മസ്റ്റ് ആയിട്ട് അവിടെ വരും അല്ലെ. സോ ആ സമയത്തും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് വളരെ മോശമായിരിക്കും, എംപ്ലോയീസ് കാണിക്കുന്ന ആറ്റിറ്റ്യൂഡ് അല്ലെ. കാരണം ചെയ്യുന്ന വർക്കിന് ഒരു അപ്രിഷിയേഷൻ അല്ലെങ്കിൽ ഒരു റെക്കഗ്നേഷൻ അല്ലെങ്കിൽ ഒരു റിവാർഡ് പോലും തരുന്നില്ല എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കൊരു മടുപ്പ് വരുള്ളൂ അല്ലെ. സോ അതും എന്തുണ്ടാവും, ഈ പുവർ ആറ്റിറ്റ്യൂഡിന്റെ ഒരു റീസൺ ആണ്. പിന്നെ ലാക്ക് ഓഫ് ട്രാൻസ്പെറൻസി, കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ, മാനേജ്മെന്റ് നമ്മളെടുത്ത് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ, അല്ലെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ വരികയാണെങ്കിൽ മാത്രമേ നമ്മൾക്കും അവിടെ ഹാപ്പി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ, അല്ലെങ്കിൽ നമുക്കും 100% ഡെഡിക്കേറ്റഡ് ആയിട്ട് അവിടെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരുന്ന സമയത്ത് ഉണ്ടാവും, അവിടെയും നമ്മൾ ഓട്ടോമാറ്റിക്കലായിട്ട് ഇവിടെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് മാറും അല്ലെ. സോ ഇതുപോലെ പല റീസൺസ് കൊണ്ടും ഈ എംപ്ലോയീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവാം ഒരു പുവർ ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ടാവാം. ഓക്കെ. അപ്പൊ അതും ഏതിലേക്കാണ് റിസൾട്ട് ചെയ്യുക, ഈ ഒരു അൺഎത്തിക്കൽ ബിഹേവിയറിലേക്കാണ് റിസൾട്ട് ചെയ്യുക, അല്ലെങ്കിൽ മോറൽ ഇഷ്യൂസിലേക്കാണ് റിസൾട്ട് ചെയ്യുക ഈ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന കാര്യം. എംപ്ലോയീസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന മോശം ആറ്റിറ്റ്യൂഡും ഏതിലേക്ക് റിസൾട്ട് ചെയ്യും, അൺഎത്തിക്കൽ ബിഹേവിയർ അല്ലെങ്കിൽ മോറൽ ഇഷ്യൂസിലേക്ക് റിസൾട്ട് ചെയ്യും. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ വെറൈറ്റി ഓഫ് മോറൽ ഇഷ്യൂസിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഓക്കെ. അപ്പൊ വെറൈറ്റി ഓഫ് മോറൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ പറയാം, നമ്മുടെ ഏതൊരു ഓർഗനൈസേഷനിലും ഉണ്ടാവുന്ന പ്രോബ്ലംസ് ആണ് നമ്മുടെ മോറൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ അല്ലെ. ഈ പ്രോബ്ലംസ് എപ്പോഴാണ് ഉണ്ടാവുക, അവിടുത്തെ എംപ്ലോയീസും എംപ്ലോയറും അൺഎത്തിക്കലി ബിഹേവിയർ ചെയ്യുന്ന സമയത്താണ് ഇവിടെ പ്രോബ്ലംസ് അവിടെ ഉണ്ടാവുക, ഡെവലപ്പ് ചെയ്യുക അല്ലെ.
സോ ഇങ്ങനെ അൺഎത്തിക്കലി ബിഹേവിയർ ചെയ്യാൻ മെയിൻ ആയിട്ട് 3 റീസൺസ് ആണുള്ളത്: റിസോഴ്സ് ക്രഞ്ച്, ഓപ്പർച്യൂണിറ്റി, ആറ്റിറ്റ്യൂഡ്. ഓക്കെ ആയോ? ആ 3 ടോപ്പിക്സ് ക്ലിയർ ആയിന? റിസോഴ്സ് ക്രഞ്ചും ഓപ്പർച്യൂണിറ്റിയും ആറ്റിറ്റ്യൂഡും ക്ലിയർ ആയിന? 3 കാര്യങ്ങൾ. മോറൽ ഇഷ്യൂസ് ഉണ്ടാവാനുള്ള കാരണങ്ങളാണ് നമ്മളിപ്പോ പറഞ്ഞത്, അല്ലെങ്കിൽ പ്രോബ്ലംസ് ഉണ്ടാവാൻ, അല്ലെങ്കിൽ അൺഎത്തിക്കൽ ബിഹേവിയർ ഉണ്ടാവാനുള്ള റീസൺസ് ആണ് നമ്മളിപ്പോ പറഞ്ഞത്. 3 റീസൺസ് ആണ് പഠിക്കാനുള്ളത്. ആ 3 നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തത്. ക്ലിയർ ആയോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സെക്ഷനിലേക്ക് മൂവ് ചെയ്തൂടെ? ഓക്കെ, സോ നമ്മുടെ മൊഡ്യൂളിലെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത്, യു ക്യാൻ സീ ഹിയർ, ടൈപ്സ് ഓഫ് ഇൻക്വയറീസ്. ഓക്കെ, സോ ഇപ്പം നമ്മളിപ്പം ഡിസ്കസ് ചെയ്തത് എന്താണ്? അൺഎത്തിക്കൽ ബിഹേവിയർ വരാനുള്ള കാരണങ്ങളാണ് നമ്മൾ ഇപ്പം ഡിസ്കസ് ചെയ്തത് അല്ലേ? ഓക്കെ, അപ്പൊ ഇങ്ങനെ അൺഎത്തിക്കൽ ബിഹേവിയർ ഒഴിവാക്കണമെങ്കിൽ, അല്ലെങ്കിൽ അത് വരാതിരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അത് സോൾവ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ആ ഓർഗനൈസേഷൻ്റെതായിട്ടുള്ള ഒരു എത്തിക്സ് ഫോം ചെയ്യണം അല്ലെ? ഓർഗനൈസേഷന് അവരുടേതായിട്ടുള്ള ഒരു എത്തിക്സ് ഉണ്ടെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും എന്ത് ചെയ്യും? ആ എത്തിക്സിനെ ഫോളോ ചെയ്തിട്ടായിരിക്കും വർക്ക് ചെയ്യുക അല്ലെ? സോ അങ്ങനെ ഒരു എത്തിക്സ് ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനത്തെ എന്ത് കാര്യങ്ങൾ ഉണ്ടാവുന്നത്? ഇതുപോലെയുള്ള ഒരുപാട് അൺഎത്തിക്കൽ ഇഷ്യൂസ് ഉണ്ടാവുന്നത് അല്ലെ? ഇപ്പൊ ഏതൊരു ഓർഗനൈസേഷനും അവരുടേതായിട്ടുള്ള ഒരു എത്തിക്സ് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാ എംപ്ലോയീസും എന്ത് ചെയ്യും? ആ എത്തിക്സിനെ ഫോളോ ചെയ്തിട്ട് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ അല്ലെ? അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ് അല്ലെ? സോ അങ്ങനെ ഒരു എത്തിക്സ് ഇല്ലാത്തത് കൊണ്ടാണ് ഇതുപോലെയുള്ള എന്ത് കാര്യങ്ങൾ ഉണ്ടാവുന്നത്? ഇതുപോലെയുള്ള മോറൽ ഇഷ്യൂസ് അല്ലെങ്കിൽ അൺഎത്തിക്കൽ ബിഹേവിയർ ഒക്കെ എന്തുണ്ടാവുന്നത്? ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാവുന്നത് അല്ലെ? അപ്പൊ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത്, നമുക്ക് ഈ ഒരു എത്തിക്സ് എങ്ങനെ ഫോം ചെയ്യാം, അല്ലെങ്കിൽ ഈ അൺഎത്തിക്കൽ ബിഹേവിയർ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള കാര്യമാണ് നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് പറയുന്നത്. ടൈപ്സ് ഓഫ് ഇൻക്വയറീസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇൻക്വയറീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മുടെ മലയാളത്തിൽ അന്വേഷണം എന്ന് പറയും. ഇൻക്വയറീസിന്റെ ആ വേർഡിന്റെ മീനിങ് അന്വേഷണം എന്നുള്ളൊരു മീനിങ് ആണ്. ഓക്കെ, അതായത് ഈ അൺഎത്തിക്കൽ ബിഹേവിയർ ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ഇൻക്വയർ ചെയ്തിട്ട് അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാം. ഓക്കെ, അതാണ് ഇവിടെ മീൻ ചെയ്യുന്ന ഒരു കാര്യം, ഈ ഒരു ടോപ്പിക്കിൽ മീൻ ചെയ്യുന്ന കാര്യം, ടൈപ്സ് ഓഫ് ഇൻക്വയറീസ്. ഓക്കെ, സോ ജസ്റ്റ് ഒന്ന് നോക്കുക, ദ 3 ടൈപ്സ് ഓഫ് ഇൻക്വയറീസ് ഇൻ സോൾവിങ് എത്തിക്കൽ പ്രോബ്ലംസ്. ഓക്കെ, അപ്പൊ നമുക്കൊരു എത്തിക്കൽ പ്രോബ്ലം സോൾവ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ കമ്പനിയിൽ അല്ലെ ആ ഓർഗനൈസേഷൻ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അല്ലെ? എംപ്ലോയറും എംപ്ലോയീസും തമ്മിൽ നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഓർഗനൈസേഷന് സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ? സോ അങ്ങനെ മുന്നോട്ട് പോകണമെങ്കിൽ എന്ത് വേണം? അവിടെ ഉള്ള എല്ലാ എത്തിക്കൽ പ്രോബ്ലംസും നമുക്ക് എന്ത് ചെയ്യണം? സോൾവ് ചെയ്യണം അല്ലെ? എന്നാലും മാത്രമല്ലേ അവർ കറക്റ്റ് ആയിട്ട് ആ ഒരു സക്സസ് അവിടെ ഉണ്ടാവുള്ളൂ അല്ലെ? സോ ഇങ്ങനെ എത്തിക്കൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിൻ ആയിട്ടും 3 ടൈപ്സ് ഓഫ് ഇൻക്വയറീസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ആ 3 ടൈപ്സ് ഓഫ് ഇൻക്വയറീസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇനിയുള്ള ടോപ്പിക്കിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യത്തെ ഇൻക്വയറി എന്ന് പറയുന്നത് നോർമേറ്റീവ് ഇൻക്വയറി എന്ന് പറയും. സോ നമ്മളെ ഫസ്റ്റ് ടോപ്പിക് നോർമേറ്റീവ് ഇൻക്വയറി. സോ നോർമേറ്റീവ് ഇൻക്വയറി refers to the description that describes what one ought to do under a specific circumstances. ഇപ്പൊ നോർമേറ്റീവ് ഇൻക്വയറി എന്ന് പറഞ്ഞാൽ അതെന്താ മീൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമുക്കറിയാം, വെൻ യു വർക്ക് ആസ് എൻ എഞ്ചിനീയർ, നിങ്ങൾ ഭാവിയിൽ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു എത്തിക്സ് ഉണ്ടാവും അല്ലെ? ആസ് എൻ എഞ്ചിനീയർ നിങ്ങൾ മസ്റ്റായിട്ടും പൊസസ് ചെയ്യേണ്ട ഓർ മസ്റ്റായിട്ടും എക്സിബിറ്റ് ചെയ്യേണ്ട ഒരു എത്തിക്സ് ഉണ്ടല്ലോ, ഒരു എഞ്ചിനീയറിംഗ് എത്തിക്സ് ഉണ്ട് അല്ലെ? അതാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ? സോ ഇൻ ഫ്യൂച്ചർ നിങ്ങൾ മസ്റ്റായിട്ട് ഇത് കാണിക്കണം വെൻ യു വർക്ക് ആസ് എൻ എഞ്ചിനീയർ അല്ലെ? എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മസ്റ്റായിട്ട് ഒരു എത്തിക്സ് എക്സിബിറ്റ് ചെയ്യണം അല്ലെ? സോ നോർമേറ്റീവ് ഇൻക്വയറി എന്താന്ന് വെച്ചാൽ, നമ്മുടെ ഉള്ളിലുള്ള അല്ലെ, ആസ് എൻ എഞ്ചിനീയർ നിങ്ങളുടെ ഉള്ളിൽ സെർട്ടൈൻ മോറൽ വാല്യൂസ് ഉണ്ടാവും അല്ലെ? അപ്പൊ ആ മോറൽ വാല്യൂസിന് പ്രിഫറൻസ് കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ എന്ന രീതിയിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ആ മോറൽ വാല്യൂസിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ആ മോറൽ വാല്യൂസിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് നിങ്ങൾ എത്തിക്കൽ പ്രോബ്ലംസിനെ സോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെ ഒരു സൊല്യൂഷനിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ, അതിനെയാണ് നമ്മൾ നോർമേറ്റീവ് ഇൻക്വയറി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് എത്തിക്കൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള 3 ടൈപ്സ് ഓഫ് ഇൻക്വയറീസ് ആണ്. ഓക്കെ, അപ്പൊ അതിൽ ആദ്യത്തെ ഫസ്റ്റ് വണ്ണാണ് നോർമേറ്റീവ് ഇൻക്വയറി എന്ന് പറയുന്നത്. അപ്പൊ നോർമേറ്റീവ് ഇൻക്വയറി എന്താണെന്ന് വെച്ചാൽ, നോർമേറ്റീവ് ഇൻക്വയറിയിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമ്മുടെ ഉള്ളിലുള്ള മോറൽ വാല്യൂസിനാണ്.
ഓക്കെ, അതായത് നിങ്ങൾ ആസ് എൻ എഞ്ചിനീയർ വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ ഒബ്വിയസ് ആയിട്ട് മോറൽ വാല്യൂസ് ഉണ്ടാവുമല്ലോ അല്ലേ? അപ്പൊ ആ മോറൽ വാല്യൂസിനാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഓക്കെ, ആ മോറൽ വാല്യൂസ് കീപ്പപ്പ് ചെയ്തുകൊണ്ട്, ആ മോറൽ വാല്യൂസിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് എങ്ങനെ നിങ്ങൾക്ക് എത്തിക്കൽ പ്രോബ്ലം സോൾവ് ചെയ്യാം എന്നതാണ് നോർമേറ്റീവ് ഇൻക്വയറിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യം. ക്ലിയർ ആയോ? ആസ് എൻ എഞ്ചിനീയർ നിങ്ങളുടെ ഉള്ളിലുള്ള മോറൽ വാല്യൂസിനെ കീപ്പപ്പ് ചെയ്തുകൊണ്ട് എങ്ങനെ നിങ്ങൾക്കൊരു സൊല്യൂഷനിലേക്ക് എത്താം, അല്ലെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് എത്തിക്കൽ പ്രോബ്ലം സോൾവ് ചെയ്യാം എന്നതാണ് നോർമേറ്റീവ് ഇൻക്വയറി മീൻ ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഫസ്റ്റ് വൺ, നോർമേറ്റീവ് ഇൻക്വയറി. ക്ലിയർ ആവുന്നില്ലേ? ഓക്കെ, ശ്രദ്ധിക്കണേ, കറക്റ്റ് ആയിട്ട് ശ്രദ്ധിച്ചാലേ മനസ്സിലാവില്ലേ. ടൈപ്സ് ഓഫ് ഇൻക്വയറീസ് എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതെന്താ മീൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാവുന്ന അൺഎത്തിക്കൽ ബിഹേവിയർ അല്ലെങ്കിൽ എത്തിക്കൽ പ്രോബ്ലംസിനെ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം. ഓക്കെ, സോ ആ എത്തിക്കൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിൻ ആയിട്ടും 3 ടൈപ്സ് ഓഫ് ഇൻക്വയറീസ് ആണുള്ളത്. അതിലുള്ള ആദ്യത്തേതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്, നോർമേറ്റീവ് ഇൻക്വയറി എന്ന് പറയും. അപ്പൊ നോർമേറ്റീവ് ഇൻക്വയറിയിൽ എന്താ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ, അവിടെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമ്മുടെ ഉള്ളിലുള്ള മോറൽ വാല്യൂസിനാണ്. ഓക്കെ, ആസ് എൻ എഞ്ചിനീയർ നിങ്ങളുടെ ഉള്ളിലുള്ള സെർട്ടൻ മോറൽ വാല്യൂസ് ഉണ്ടാവും അല്ലെ? അപ്പൊ ആ മോറൽ വാല്യൂസിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ആ മോറൽ വാല്യൂസ് കീപ്പപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ ആ എത്തിക്കൽ പ്രോബ്ലം സോൾവ് ചെയ്യാം എന്നതാണ് നോർമേറ്റീവ് ഇൻക്വയറിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യം, അല്ലെ നോർമേറ്റീവ് ഇൻക്വയറി മീൻ ചെയ്യുന്ന കാര്യം. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ എല്ലാവർക്കും? അതായത് നിങ്ങളുടെ ഉള്ളിലുള്ള മോറൽ വാല്യൂസ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ആ പ്രോബ്ലം സോൾവ് ചെയ്യാന്നുള്ള കാര്യം. ഓക്കെ, അതാണ് നോർമേറ്റീവ് ഇൻക്വയറി മീൻ ചെയ്യുന്നത്. ആസ് എൻ എഞ്ചിനീയർ നിങ്ങളുടെ ഉള്ളിലുള്ള മോറൽ വാല്യൂസ് കീപ്പപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും, അല്ലെ അതിന് എങ്ങനെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും, അതാണ് നോർമേറ്റീവ് ഇൻക്വയറി മീൻ ചെയ്യുന്ന കാര്യം. ഓക്കെ ഓക്കെ, ഇനി സെക്കൻഡ് വൺ ആണ് കൺസെപ്ച്വൽ ഇൻക്വയറി എന്ന് പറയും. സോ കൺസെപ്ച്വൽ ഇൻക്വയറി എന്ന് പറഞ്ഞാൽ, ആസ് ദാറ്റ് വേർഡ് ഇംപ്ലൈസ്, ആ വേർഡ് പോലെ തന്നെയാണ് കൺസെപ്ച്വൽ അല്ലെ, അതായത് കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് ജസ്റ്റ് നോക്കുക, ഇറ്റ് റെഫേഴ്സ് ടു ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ മീനിങ് ഓഫ് കൺസെപ്റ്റ്സ്, പ്രിൻസിപ്പിൾ ആൻഡ് ഇഷ്യൂസ് റിലേറ്റഡ് ടു എഞ്ചിനീയറിംഗ് എത്തിക്സ്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ആദ്യത്തെ കേസിൽ നമ്മൾ പറഞ്ഞ എന്താണ്, മോറൽ വാല്യൂസിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അല്ലെ. മോറൽ വാല്യൂസ് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട്, അല്ലെ മോറൽ വാല്യൂസ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ നോർമേറ്റീവ് ഇൻക്വയറിയിൽ നമ്മൾ പറഞ്ഞ കാര്യം. ഇനി കൺസെപ്ച്വൽ ഇൻക്വയറിയിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഏതിനാണ്? കൺസെപ്റ്റ്സിനാണ് അല്ലെ. അതായത് എഞ്ചിനീയറിംഗ് എത്തിക്സ് ആണ് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം അല്ലെ. ആ എഞ്ചിനീയറിംഗ് എത്തിക്സ് ആണ് നിങ്ങൾ എവിടെ യൂസ് ചെയ്യുക? ഫ്യൂച്ചറിൽ നിങ്ങൾ വർക്ക് സ്പേസിൽ യൂസ് ചെയ്യുക അല്ലെ. അപ്പൊ ഈ ആ എഞ്ചിനീയറിംഗ് എത്തിക്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സെർട്ടൻ കൺസെപ്റ്റ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇഷ്യൂസ് ഉണ്ടാവും അല്ലെ. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഈ എഞ്ചിനീയറിംഗ് എത്തിക്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കൺസെപ്റ്റ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഉണ്ടാവും അല്ലെ. സോ അങ്ങനെയുള്ള ആ കൺസെപ്റ്റ്സ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഈ അൺഎത്തിക്കൽ ബിഹേവിയർ സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാം എന്നതാണ് കൺസെപ്ച്വൽ ഇൻക്വയറി മീൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇവിടെ പ്രിഫറൻസ് കൊടുക്കേണ്ട ഏതിനാണ്? ദ കൺസെപ്റ്റ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ റിലേറ്റഡ് ടു എഞ്ചിനീയറിംഗ് എത്തിക്സ്. എഞ്ചിനീയറിംഗ് എത്തിക്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കൺസെപ്റ്റ് അല്ലെങ്കിൽ അവിടെ വരുന്ന പ്രിൻസിപ്പിൾസിനാണ് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ആ കൺസെപ്റ്റ്സ് യൂസ് ചെയ്തുകൊണ്ട്, ആ കൺസെപ്ച്വലി മൂവ് ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെ ആ പ്രോബ്ലം സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാം എന്നതാണ് കൺസെപ്ച്വൽ ഇൻക്വയറി എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആയോ? സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള എഞ്ചിനീയറിംഗ് ആ ഫീൽഡുമായിട്ട് റിലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, ക്ലിയർ ആയോ? കൺസെപ്ച്വൽ ഇൻക്വയറി ഇവിടെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് കൺസെപ്റ്റ്സിനാണ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസിനാണ്. എഞ്ചിനീയറിംഗ് എത്തിക്സുമായിട്ടുള്ള സെർട്ടൻ കൺസെപ്റ്റ്, നമ്മൾ പഠിച്ചിട്ടുള്ള കൺസെപ്റ്റ്സും പ്രിൻസിപ്പിൾസും ഉണ്ടാവും അല്ലെ. സോ ഈ കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ആ ഒരു സൊല്യൂഷനിലേക്ക് എത്താം, അല്ലെങ്കിൽ ആ എത്തിക്കൽ പ്രോബ്ലം നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം എന്നതാണ് കൺസെപ്ച്വൽ ഇൻക്വയറി എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആയോ അത്? ഓക്കെ,
സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ തേർഡ് വൺ, മൂന്നാമത്തതാണ് ഫാക്ച്വൽ ഓർ ഡിസ്ക്രിപ്റ്റീവ് ഇൻക്വയറി. ഓക്കെ, അതും അതുപോലെ തന്നെ ആ പേരുമായിട്ട് വളരെ റിലേറ്റഡ് ആണ്. ഫാക്ച്വൽ എന്ന് വെച്ചാൽ ഫാക്ട് ആണ് അല്ലെ, ഫാക്ടിനെ ബേസ് ചെയ്തിട്ടുള്ള ഇൻക്വയറി ആണ് ഫാക്ച്വൽ ഇൻക്വയറി എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതായത് ഇറ്റ് ഈസ് എയിംഡ് ടു ഒബ്റ്റെയിൻ ഫാക്ട്സ് നീഡഡ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റിസോൾവിംഗ് വാല്യൂ ബേസ്ഡ് ഇഷ്യൂസ്. The engineer has to conduct factual inquiries by using scientific techniques. Okay, factual inquiry എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓൾറെഡി വെൽ ആക്സെപ്റ്റഡ് ആയിട്ടുള്ള സെർട്ടൻ ഫാക്ട് ഉണ്ട് അല്ലെ, അല്ലെങ്കിൽ നമ്മുടെ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ, സയന്റിഫിക് ടെക്നിക് അല്ലെങ്കിൽ നമ്മുടെ മാത്തമാറ്റിക്കൽ ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് ഈ അൺഎത്തിക്കൽ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫാക്ച്വൽ ഇൻക്വയറി അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് ഇൻക്വയറി എന്ന് പറയും. ഓക്കെ, അതായത് ഇവിടെ പ്രിഫറൻസ് എന്ന് പറയുന്നത് സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ്, സയന്റിഫിക് ടെക്നിക്സ് അല്ലെങ്കിൽ നമുക്കറിയാവുന്ന മാത്തമാറ്റിക്കൽ ടെക്നിക്സ്. ഓക്കെ, സയന്റിഫിക് ടെക്നിക്സ് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ടെക്നിക്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ സയന്റിഫിക് ടെക്നിക്സ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് ഈ എത്തിക്കൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ മോറൽ ഇഷ്യൂ നമുക്ക് സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാം എന്നതാണ് ഫാക്ച്വൽ ഇൻക്വയറി അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് ഇൻക്വയറി മീൻ ചെയ്യുന്ന കാര്യം. ഫാക്ട്സിനാണ് അവിടെ ഇമ്പോർട്ടൻസ്. സയന്റിഫിക് ആയിട്ടുള്ള കുറെ ഫാക്ട്സ് ഉണ്ടാവില്ലേ നമുക്കറിയാവുന്ന, അല്ലെങ്കിൽ നമുക്കറിയാവുന്ന മാത്തമാറ്റിക്കൽ ഫാക്ട്സ് ഉണ്ടാവും അല്ലെ. സോ ഈ സയന്റിഫിക് ഫാക്ടിനെ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ മാത്തമാറ്റിക്കൽ ഫാക്ട്സ് യൂസ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് ഈ എത്തിക്കൽ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാം, അതാണ് ഫാക്ച്വൽ ഇൻക്വയറി മീൻ ചെയ്യുന്ന കാര്യം. ക്ലിയർ ആയോ? ജസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ ഫീൽഡുമായിട്ടൊന്ന് റിലേറ്റ് ചെയ്ത് നോക്കിയത്. ഇപ്പൊ എഞ്ചിനീയേഴ്സ് ആണ് അല്ലെ, ഇപ്പൊ നിങ്ങളിപ്പം ഭാവിയിൽ നിങ്ങൾ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ് നിങ്ങൾ പഠിക്കുന്നത് അല്ലെ. സോ ഭാവിയിൽ ഇലക്ട്രിക്കൽ ഫീൽഡ് ആണ് അല്ലെ, ഇലക്ട്രോണിക്സ് ഫീൽഡ് ആണ് നിങ്ങളുടെ ഏരിയ എന്ന് പറയുന്നത് അല്ലെ. സോ അങ്ങനെ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവും, ആസ് എൻ എഞ്ചിനീയർ നിങ്ങളുടെ ഉള്ളിൽ കുറെ മോറൽ പ്രിൻസിപ്പിൾസ് ഉണ്ടാവും അല്ലെ. അതായത് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു രീതിയിൽ ഉപദ്രവിക്കാതെ അല്ല, അവരുടെ സേഫ്റ്റി, നിങ്ങളുടെ സേഫ്റ്റി നോക്കുന്നതിന്റെ കൂടെ തന്നെ എന്ത് വേണം, നിങ്ങളുടെ കൊലീഗ്സിന്റെ സേഫ്റ്റി കൂടെ നോക്കണം അല്ലെ. സോ ഈ സേഫ്റ്റി അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്നതാണ് നമ്മുടെ ഉള്ളിലുള്ള മോറൽ വാല്യൂസ് എന്ന് പറയുന്നത് അല്ലെ. സോ അങ്ങനെ മോറൽ വാല്യൂസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ സോൾവ് ചെയ്യുന്നതാണ് നമ്മൾ എന്ത് പറയുക, നോർമേറ്റീവ് ഇൻക്വയറി, ഫസ്റ്റ് കേസ് എന്ന് പറയും. ഓക്കെ, ഇനി നേരെ മറിച്ച് എന്താണ്, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള സബ്ജക്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സെർട്ടൻ കൺസെപ്റ്റ്സ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഉണ്ടാവും അല്ലെ. അപ്പൊ ആ കൺസെപ്റ്റ്സും പ്രിൻസിപ്പിൾസും യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, നിങ്ങളുടെ ആ ഇഷ്യൂ നിങ്ങൾ സോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെ അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ കൺസെപ്ച്വൽ ഇൻക്വയറി എന്ന് പറയാം. ഇനി നേരെ മറിച്ച് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, സയന്റിഫിക് ഫാക്ട്സ് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ടെക്നിക്സ് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഫാക്ട് എന്ന് നമുക്ക് പറയും അല്ലെ. ഈ സയന്റിഫിക് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഫാക്ട്സ് യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് പറയാ, നമ്മൾ ഫാക്ച്വൽ ഇൻക്വയറി എന്ന് പറയും. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ആ ഒരു സെൻസിൽ മീനിങ്ങിൽ നിങ്ങൾ ഓർത്ത് നോക്കിയാൽ മതി, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ക്ലിയർ ആയോ രണ്ട് ടോപ്പിക്കും? ക്ലിയർ ആയി മക്കളെ? ഓക്കെ, എവിടെ ബോയ്സിനൊന്നും കാണുന്നില്ലല്ലോ, പോയോ എല്ലാരും? ഓക്കെ, വൈഷ്ണവി മനസ്സിലായതിനാടാ പറഞ്ഞതൊക്കെ? ഓക്കെ, സോ രണ്ട് ടോപ്പിക്ക് മാത്രമേ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ പറഞ്ഞുതരാം, ഷോർട്ട് ആയിട്ട് ഒന്നുകൂടെ പറയാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അപ്പൊ രണ്ട് ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് വൺ വെറൈറ്റി ഓഫ് മോറൽ ഇഷ്യൂസ് ആണ്. മോറൽ ഇഷ്യൂസ് അല്ലെങ്കിൽ പ്രോബ്ലം എന്ന് പറയും. അപ്പൊ എപ്പോഴാണ് ഒരു ഓർഗനൈസേഷനിൽ പ്രോബ്ലം ഉണ്ടാവുക, അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് അല്ലെങ്കിൽ എംപ്ലോയർ അൺഎത്തിക്കലി ബിഹേവ് ചെയ്യുമ്പോഴാണ് അവിടെ പ്രോബ്ലംസ് ഉണ്ടാവുക അല്ലെ. സോ ഈ പ്രോബ്ലംസ് ഉണ്ടാവാനുള്ള റീസൺസിനെ നമുക്ക് മെയിൻ ആയിട്ടും മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതിൽ ആദ്യത്തേതാണ് നമ്മൾ പറഞ്ഞത് റിസോഴ്സ് ക്രഞ്ച് അല്ലെ. സോ ഈ റിസോഴ്സ് ക്രഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ കമ്മിറ്റ് ആയിട്ടുള്ള പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള റിസോഴ്സസ് ഉണ്ട് അല്ലെ. എക്സാമ്പിൾ ആണ് ഫണ്ട് അല്ലെങ്കിൽ ടെക്നോളജി അവൈലബിലിറ്റി അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അല്ലെ. സോ ഇതുപോലെയുള്ള റിസോഴ്സിന്റെ കാര്യത്തിൽ ഷോർട്ടേജ് ഉണ്ടാവുമ്പോൾ
എംപ്ലോയീസ് എന്താവും ഫ്രസ്ട്രേറ്റഡ് ആവും അല്ലെ. സോ ആസ് എ റിസൾട്ട് അവർ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യാൻ തുടങ്ങും, അൺഎത്തിക്കലി ബിഹേവ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അപ്പൊ അതാണ് ആദ്യത്തെ റീസൺ, റിസോഴ്സ് ക്രഞ്ച് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തതാണ് നമ്മൾ പറയുന്നത് ഓപ്പർച്യൂണിറ്റി. അവിടെ എന്താ മീൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഹയർ അതോറിറ്റി, നമ്മുടെ ഹയർ പോസ്റ്റിൽ ഇരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ മാനേജ്മെന്റ് എന്ന് പറയാം, ഈ മാനേജ്മെന്റ് ഡബിൾ ബിഹേവിയർ കാണിക്കാൻ തുടങ്ങും. അതായത് മാനേജ്മെന്റ് എന്ത് ചെയ്യും, അവരുടേതായിട്ടുള്ള പേഴ്സണൽ കാര്യങ്ങൾക്ക് മാത്രം, പേഴ്സണൽ ഇൻട്രസ്റ്റിന് മാത്രം കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നു, നമ്മളെ ഒരു രീതിയിലും കൺസിഡർ ചെയ്യുന്നില്ല എങ്കിൽ നമ്മുടെ ഉള്ളിൽ ഓട്ടോമാറ്റിക് എന്തുണ്ടാവും, ഒരു ഫ്രസ്ട്രേഷൻ വരും അല്ലെ. അപ്പൊ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, അൺഎത്തിക്കലി ബിഹേവ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓപ്പർച്യൂണിറ്റി എന്നുള്ള ആ ഒരു കാര്യം മീൻ ചെയ്യുന്നത്. പിന്നെ തേർഡ് വൺ ആണ് ആറ്റിറ്റ്യൂഡ്. അതായത് നമ്മുടെ എംപ്ലോയീസിന്റെ ഭാഗത്തു നിന്നുള്ള പുവർ ആറ്റിറ്റ്യൂഡ്. അതെങ്ങനെയൊക്കെ ഉണ്ടാവാം, ഈ എംപ്ലോയീസിന് മടുപ്പ് വരുന്ന സമയത്ത് അല്ലെ, അതായത് അവർ ചെയ്യുന്ന ഒരു കാര്യത്തിനും ഒരു അപ്രിസിയേഷനും അല്ലെങ്കിൽ റിവാർഡൊന്നും കൊടുക്കുന്നില്ലെങ്കിൽ ഓട്ടോമാറ്റിക് എന്തുണ്ടാവും, ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും അവരുടെ ഉള്ളിൽ അല്ലെ. ആ സമയത്ത് എന്തുണ്ടാവും, അവരുടെ ഭാഗത്തു നിന്ന് ഒരു പുവർ ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും. അപ്പൊ അതും ഏതിലേക്കാണ് റിസൾട്ട് ചെയ്യുക, അൺഎത്തിക്കൽ ബിഹേവിയറിലേക്കാണ് റിസൾട്ട് ചെയ്യുക. ഓക്കെ, അതാണ് നമ്മുടെ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ടൈപ്സ് ഓഫ് ഇൻക്വയറീസ് ആണ്. അതായത് ഈ എത്തിക്കൽ പ്രോബ്ലംസ് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ള കാര്യം. അങ്ങനെ ഓക്കെ, സോ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 ടൈപ്സ് ഓഫ് ഇൻക്വയറീസ് ആണുള്ളത്. നോർമേറ്റീവ് ഇൻക്വയറി, കൺസെപ്ച്വൽ ഇൻക്വയറി, ഫാക്ച്വൽ ഇൻക്വയറി. നോർമേറ്റീവ് ഇൻക്വയറി ആണെങ്കിൽ നമ്മൾ അവിടെ പ്രയോറിറ്റി കൊടുക്കേണ്ട ഏതിനാണ്, നമ്മുടെ ഉള്ളിലുള്ള മോറൽ വാല്യൂസിനാണ്. ആ മോറൽ വാല്യൂസ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ ആ പ്രോബ്ലം സോൾവ് ചെയ്യാം എന്നതാണ് നോർമേറ്റീവ് ഇൻക്വയറി. ഇനി കൺസെപ്ച്വൽ ഇൻക്വയറിയിലേക്ക് വന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫീൽഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കൺസെപ്റ്റ്സും അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസും ഉണ്ടാവും അല്ലെ. സോ ആ കൺസെപ്റ്റ്സും പ്രിൻസിപ്പിൾസും യൂസ് ചെയ്തിട്ട് എങ്ങനെ ഈ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാം, അതാണ് കൺസെപ്ച്വൽ ഇൻക്വയറി എന്ന് പറഞ്ഞാൽ. ഇനി ലാസ്റ്റ് വൺ ആണ് ഫാക്ച്വൽ ഇൻക്വയറി. ഫാക്ച്വൽ ഇൻക്വയറി എന്ന് പറഞ്ഞാൽ എന്താണ്, സയന്റിഫിക്കലി അല്ലെ വെൽ ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഫാക്ട് ഉണ്ടാവും അല്ലെ, സയന്റിഫിക് ഫാക്ട് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഫാക്ട് ഉണ്ടാവും. സോ ആ സയന്റിഫിക് ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഈ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നതാണ് ഇതിൽ വരുന്ന ഫാക്ച്വൽ ഇൻക്വയറിയിൽ വരുന്ന കാര്യം. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ എല്ലാവർക്കും? ഓക്കെ, സോ ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. താങ്ക് യു.